ഹലോ നമസ്കാരം. കാലിയായ പെയിൻറ്റിൻ്റെ കുപ്പി കൊണ്ട് നമുക്കിന്നൊരു ഇമോജി പ്ലാന്റർ ഉണ്ടാക്കാം. ഇതെല്ലാം പെയിൻറ്റ് കഴിഞ്ഞിട്ടുള്ള ബോട്ടിൽസാണ്. ആദ്യം ഇതിൻ്റെ സ്റ്റിക്കർ കളഞ്ഞിട്ട് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇതിൽ വെള്ളമൊന്നും ഇല്ലാതെ ഉണക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഞാൻ മഞ്ഞ കളർ അക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാത്തിലും ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കാം. ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. അഞ്ച് ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 എണ്ണത്തിനും ഞാൻ യെല്ലോ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബ്ലാക്ക് മാർക്കർ എടുക്കുന്നുണ്ട്. ബോട്ടിലിൻ്റെ മുകളിൽ ഇമോജീസ് വരയ്ക്കാനായിട്ടാണ് ഞാൻ മാർക്കർ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് പെയിൻറ്റും ബ്രഷും വെച്ചിട്ട് തന്നെ ചെയ്യാം. എനിക്ക് ബ്രഷ് വെച്ചിട്ട് വരയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് ഇതാണ് തോന്നിയത്. ആദ്യം ഞാൻ വരയ്ക്കുന്നത് കണ്ണിൽ 2 ലവ് ഉള്ള ഇമോജിയാണ്. ഇമോജീസിൻ്റെ ഒക്കെ പിക്ചർ ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം ഏതാണ് വരയ്ക്കുന്നതെന്ന്. അഞ്ച് ബോട്ടിലും 5 ഇമോജീസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചിലതിലൊക്കെ കളർ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നാവിന് റെഡ് കളർ കൊടുക്കുകയാണ്. അത് ഞാൻ സ്കെച്ച് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പെയിൻറ്റ് വെച്ചിട്ടും കൊടുക്കാം. ഞാൻ പിന്നെ സ്കെച്ച് എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഇമോജീസ് എല്ലാം ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലാന്റർ ആയിട്ടാണ് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹാങ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചാക്കുനൂൽ എടുത്തിട്ടുണ്ട്. എത്ര ലെങ്ത് ആണോ വേണ്ടത് അത്ര ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ടിൻ്റെയും അറ്റത്ത് ഇതേപോലെ 2 കെട്ടിയിട്ട് കൊടുക്കാം. ഇനി ബോട്ടിലിൻ്റെ മുകളിൽ ഇമോജി ഉള്ള ഭാഗത്ത് വേണം ഒരു കെട്ട് വരാനായിട്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത കെട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചാൽ ഹാങ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇമോജി ഫ്രണ്ടിലേക്ക് വരുള്ളൂ. ഇനി വേറൊരു ചെറിയ പീസ് ചാക്കുനൂലെടുത്തിട്ട് കെട്ടിക്കൊടുക്കാം ഇതേപോലെ. നല്ല ടൈറ്റായിട്ട് കെട്ടണം. നമ്മളിത് തൂക്കിയിടാനുള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഊരി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ടൈറ്റാക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്നത് ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഓരോ ബോട്ടിൽസിലും ഞാൻ കുറച്ച് മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചെറിയ ചെടികളൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മളെ പ്ലാന്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെയിൻറ്റ് കഴിഞ്ഞ ബോട്ടിൽസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പ്ലാന്റർ ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് ഞാനൊരു കമ്പിയുടെ മുകളിലാട്ടോ ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഹാങ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സിമ്പിൾ ഇമോജി പ്ലാന്റർ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ തുടർന്ന് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണേ.